ഓക്കെ, അപ്പം ഇനി ഫോർത്ത് മൊഡ്യൂളാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് 3 മൊഡ്യൂൾസ് നമുക്ക് CPP ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ഊപ്പ് കൺസെപ്റ്റ്സ് ആൻഡ് CPP ബിഗിനിങ് പഠിച്ചു. നമ്മൾ CPPയിലെ പല കാര്യങ്ങളും, മീൻസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ്, അങ്ങനെ പയ്യെ പയ്യെ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് അതും നമ്മൾ പഠിച്ചു അല്ലേ? സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മുടെ ഇൻഹെറിറ്റൻസ് ആൻഡ് ഓവർലോഡ്, ഇൻഹെറിറ്റൻസ്, ഓപ്പറേറ്റർ ഓവർലോഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞത് പോയിന്റേഴ്സ്, പോളിമോർഫിസം, വിർച്വൽ ഫങ്ഷൻസ് അത് പഠിച്ചു. ഓക്കെ, ഇനി ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ജാവയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ CPP കഴിഞ്ഞു, ഇനി ഫോർത്ത് മൊഡ്യൂളിൽ ജാവ, ദെൻ 5 and 6 ആൻഡ്രോയിഡ് ആണ് പഠിക്കുക. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ മാത്രമേ ജാവ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്ര നാളും CPPയിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങൾ എങ്ങനെയാണ് ജാവയിൽ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിക്കോട്ടെ, മെയിൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതൊക്കെ എങ്ങനെയാണ് ജാവയിൽ എന്നുള്ളതാണ് പഠിക്കാൻ പോവുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ജാവ ആണെങ്കിലും സെയിം കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്, ഇൻഹെറിറ്റൻസ് ഒക്കെ അവിടെയും വരുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഊപ്പ് കൺസെപ്റ്റ്സ്, അബ്സ്ട്രാക്ഷൻ എല്ലാം ജാവയിലും ഉണ്ട്. ഓക്കെ, അപ്പം CPP വേറൊരു ലാംഗ്വേജ് ആണ്, ജാവ വേറൊരു ലാംഗ്വേജ് ആണ്, രണ്ടിനും ഡിഫറെൻറ്റ് സിൻടാക്സ് ആണ്. ഓക്കെ, അപ്പം ഇനി ജാവ ലാംഗ്വേജിനെ കുറിച്ചിട്ടായിരിക്കും പഠിക്കുക. ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചു ഈവൺ ഓർ ഓഡ് അല്ലേ, പ്രോഗ്രാം CPP പ്രോഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈവൺ ആൻഡ് ഓഡ് എന്നുള്ളത്. എന്തായിരുന്നു അതിന്റെ ലോജിക്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, കമന്റ് ചെയ്താലും മതി. ഓഡ് ഓർ ഈവൺ എന്തായിരുന്നു ലോജിക്? ഒരു CPP പ്രോഗ്രാം എഴുതാണ്, നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു CPP പ്രോഗ്രാം, ഓഡ് ഓർ ഈവൺ അല്ലേ? ആണോ പിള്ളേരെ? ആ, ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 0 ആണെങ്കിൽ ഓഡ്, അല്ല ഈവൺ, 1 ആണെങ്കിൽ ഓക്കെ, റിമൈൻഡർ 0 ആണെങ്കിൽ ഈവൺ, അല്ല 0 അല്ല, ഒരു നോൺ സീറോ നമ്പർ ആണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈവൺ, സോറി ഇറ്റ് ഈസ് ഓഡ് അല്ലേ? അപ്പം നമ്മൾ അതിന് എന്താ ചെയ്തിട്ടുള്ള, ക്ലാസ്സിന് ആദ്യം നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ആദ്യം എന്താണ്, ഹാഷ് ഇൻക്ലൂഡ് അല്ലെ, നമ്മുടെ പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്. ഓക്കെ, hash include iostream.h, hash include audio.h, void main അല്ലേ? ഓക്കെ, void main ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, int num അല്ലേ, cout, enter your number, num, then നമ്മൾ if condition യൂസ് ചെയ്തു, if else condition അല്ലേ. if else condition സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്തു, if num മോഡുലസ് 2, നം മോഡുലസ് 2 ചെയ്തിട്ട് ആ വാല്യൂ മോഡുലസ് റിമൈൻഡർ ആ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ we can write it as number is even. എൽസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൺ ആണ്. അപ്പം എൽസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, the number is odd. അപ്പം ഇതായിരുന്നു നമ്മുടെ CPPന്റെ ഒരു സ്ട്രക്ചർ അല്ലേ. പ്രീ പ്രോസസ്സറിന് തുടങ്ങുന്നു, മെയിൻ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ ഈ ഒരു ഇതിൽ നമ്മൾ ക്ലാസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം സെയിം പ്രോഗ്രാം എങ്ങനെയായിരിക്കും ജാവയിൽ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ ജാവ പ്രോഗ്രാം ജാവ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ
ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈ ലെവൽ, ലോ ലെവൽ, അസംബ്ലി ലെവൽ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അല്ലേ? ഹലോ, ഒന്ന് കമന്റ് ചെയ്തേ. Java is a high level, robust, secured, and object-oriented programming language. Okay. ഹൈ ലെവൽ, ലോ ലെവൽ, അസംബ്ലി ലെവൽ നമുക്ക് അറിയാവുന്നതല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, സോ ജാവ. അപ്പം ജാവേൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സിമ്പിൾ, ഒബ്ജക്റ്റ് ഓറിയന്റഡ്, പോർട്ടബിൾ, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, സെക്യൂർഡ്, റോബസ്റ്റ്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ CPP എന്ന് പറയുന്ന സമയത്ത് വിൻഡോസ് ആണെങ്കിൽ നമുക്ക് CPP പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ഒരു ടർബോ CPP വേണ്ടി വരും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ജാവ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് JVM എന്ന് പറഞ്ഞിട്ടൊരു കാര്യമാണ് ചെയ്യുന്നത്. മീൻസ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്നിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏത് സിസ്റ്റത്തിലോ വേണമെങ്കിലും നമുക്ക് ഈ ജാവ പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എന്ന് തുറന്നാം. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള CPP-യിൽ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് ഹലോ വേൾഡ് എന്ന് എഴുതി കാണിക്കുന്നത് അല്ലേ? അതല്ലേ നമ്മൾ ഫസ്റ്റ് പഠിച്ച CPP-യിൽ? ആണോ? ഹലോ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹാഷ് ഇൻക്ലൂഡ് iostream.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, മെയിൻ ഫംഗ്ഷൻ വോയിഡ് മെയിനിൽ COUT അല്ലേ? COUT 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ, കോട്ട്സിൽ ഹലോ വേൾഡ് അല്ലേ? അപ്പം ആ സെയിം സാധനം നമ്മൾ ജാവയിൽ എങ്ങനെയാണ് എഴുതാന്നുള്ളത് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ CPP-യിൽ ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള പ്രോഗ്രാം അല്ലേ? അതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു? getch കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെയിം കാര്യം ജാവ, ഇത് CPP പ്രോഗ്രാം. സെയിം കാര്യം ജാവ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഓക്കെ, ജസ്റ്റ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. sample1 public static void main string args system.out.println is Java is better than CPP. Line, okay. ഇതൊന്ന് എഴുതിയെടുക്കൂ.
എഴുതിയെടുത്തോ? ഹലോ, ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളൊരു ഈ ഒരു കീവേഡ് നമുക്ക് പരിചയമുണ്ടോ? ക്ലാസ്. റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, എന്തായിരുന്നു ക്ലാസ് എന്നുള്ള കീവേഡ്? എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? എന്തിനാ നമ്മൾ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുള്ളത്? റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഹലോ, ഇവിടെ ആരും ഇല്ലേ? ഹലോ, നമ്മൾ ക്ലാസ് എന്നുള്ള കീവേഡ് എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ശരി, ഞാൻ ഓൾറെഡി പറഞ്ഞു, ജാവ എന്ന് പറയുന്നതും ഊപ്പ് കൺസെപ്റ്റ് ഉള്ളത് തന്നെയാണ് അല്ലേ? ഊപ്പ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, പോളിമോർഫിസം ഉണ്ട്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, എല്ലാ കാര്യങ്ങളും ജാവയിലും ഉണ്ട് അല്ലേ? നമ്മൾ ഇതുവരെ ക്ലാസ് എന്നുള്ള കീവേഡ് കൊണ്ട് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? പിള്ളേരെ റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, അഭിജിത്ത്, ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ക്ലാസ് എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യാറ്? ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഹലോ, പറയുന്ന കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, നമ്മൾ എന്തിനാ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുള്ളത്? ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്തായിരുന്നു അതിൻ്റെ ഫോമാറ്റ്? CPP എന്തായിരുന്നു അതിൻ്റെ ഫോമാറ്റ്? ക്ലാസ് കീവേഡ്, ക്ലാസ് നെയിം, ദെൻ ക്ലാസിൻ്റെ ബോഡി അല്ലേ? CPP അങ്ങനെയായിരുന്നു നമ്മുടെ അല്ലേ? ആണോ? ഓക്കെ, അപ്പം നമ്മളിവിടെ ജാവ പ്രോഗ്രാം, നമുക്ക് ശരിക്കും CPP എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹലോ വേൾഡ് എന്നുള്ളൊരു ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ട? ക്ലാസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? പക്ഷേ ജാവ എന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാം ക്ലാസ്സിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ ഈ ഒരു പ്രോഗ്രാം സെഗ്മെന്റിൽ ഫസ്റ്റ് തന്നെ ക്ലാസ് ഡിക്ലറേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? ക്ലാസ് സാമ്പിൾ 1 അല്ലേ? അതിൽ ഈ സാമ്പിൾ 1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ക്ലാസിന്റെ നെയിം അല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, ഓക്കെ. അപ്പം ജസ്റ്റ് ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ചെറിയൊരു സെഗ്മെന്റിൽ, പ്രോഗ്രാമിംഗ് സെഗ്മെന്റിൽ എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം സാമ്പിൾ എന്നുള്ളൊരു ക്ലാസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജാവയിൽ. ഓക്കെ, എന്നിട്ട് ഈ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഓക്കെ, ഈ ഒരു ക്ലാസ് സാമ്പിളിൽ പബ്ലിക് ആയിട്ട് നമ്മൾ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ CPP വോയിഡ് മെയിൻ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അപ്പം ഇവിടെ
ശരിക്കും പറഞ്ഞാൽ ജാവ എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്, കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, അതായത് നമ്മളിവിടെ ഈ ഒരു എന്താ പറയുക, ഇതേപോലെ തന്നെ എഴുതിയിരിക്കണം. ഈ ഒരു എസ്, ഈ സ്ട്രിങ്ങിന്റെ ഈ ഒരു എസ് ക്യാപിറ്റൽ ആയിരിക്കണം. ഇത് സ്മാൾ ലെറ്റർ ആണെങ്കിൽ എറർ വരും. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, ജാവയിലെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ്, ഈ ഒരു സിമ്പിൾ. ഓക്കെ, ഈ ബ്രാക്കറ്റും ഓപ്പണും ക്ലോസ്ഡും വേണം. ഓക്കെ, അത് കേസ് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഇത്രയും ഭാഗം സ്മാൾ ലെറ്റേഴ്സ്, ഈ ഒരു എസ് ക്യാപിറ്റൽ, ബാക്കിയുള്ളത് സ്മാൾ, ഈ രീതിയിൽ തന്നെ എഴുതണം. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പബ്ലിക് എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് സെക്ഷനിലാണ് നമ്മുടെ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ, മെയിൻ എന്നുള്ള വേർഡ് ഇവിടെ ഉണ്ട്, ഇത് മെയിൻ ഫംഗ്ഷൻ ആണ്. പബ്ലിക് സെക്ഷനിലായതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സിനും ഈ ഒരു ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. ഓക്കെ, സ്റ്റാറ്റിക് എന്നുള്ളൊരു പേരുണ്ട് ഇവിടെ, സ്റ്റാറ്റിക് എന്നുള്ളൊരു കീവേഡ്, അതായത് ഇറ്റ് ബിലോങ്സ് ടു ദ എൻറ്റയർ ക്ലാസ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടൊന്നും അല്ല, ഇറ്റ് ബിലോങ്സ് ടു ദ എൻറ്റയർ ക്ലാസ്. ഓക്കെ, അപ്പോൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ്. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ അല്ലേ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത്, കോഡ്സിൽ ജാവ ഈസ് ബെറ്റർ ദാൻ CPP അല്ലേ. അപ്പം നമ്മുടെ CPPയുടെ സി ഔട്ട്, അതിൻ്റെ ഇക്വലൻ്റ് ആണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ അല്ലേ. സി ഔട്ട് ആംബ്രസ്, രണ്ട് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, പിന്നെ കോഡ്സിൽ എഴുതുന്ന കാര്യങ്ങൾ അങ്ങനെ വരുമായിരുന്നു, ഡിസ്പ്ലേ ചെയ്ത് വരുമായിരുന്നു. ഇവിടെ ജാവയിലാണെങ്കിൽ എന്താ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് കോഡ്സിൻ്റെ അകത്ത് എഴുതുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ അതിൻ്റെ കാര്യം പറയാണ്. സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഓക്കെ, സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു സ്റ്റാറ്റിക് മെമ്പർ ആണ്. സ്റ്റാറ്റിക് ഡാറ്റ മെമ്പർ ആണ് ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ആ ഔട്ടിൻ്റെ ഒരു മെമ്പറാണ് പ്രിന്റ്എൽഎൻ. ഓക്കെ, ഓക്കെ, ഔട്ട് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒരു സ്റ്റാറ്റിക് ഡാറ്റ മെമ്പർ ആണ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഓക്കെ, സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, അതിൻ്റെ ഒരു മെമ്പറാണ് പ്രിന്റ്എൽഎൻ. ഓക്കെ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. ഓക്കെ, ഓക്കെ ആണോ? The println method is a member of the out object, which is a static data member of system class. Okay. റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം നമ്മൾ CPPയിൽ സി ഔട്ട് രണ്ട് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ കോഡ്സിൽ കൊടുക്കുന്നത്, എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അങ്ങനെ കോഡ്സ് കൊടുക്കുന്ന കാര്യം ജാവയിൽ എങ്ങനെയാണ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് കോഡ്സിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഇവിടെ ജാവയിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്ലാസ് യൂസ് ചെയ്യും എപ്പോഴും അല്ലേ. ഇപ്പോൾ ഈ ഒരു sample1 എന്നുള്ള ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വന്നിട്ടുള്ളത്.
ആ മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സെക്ഷനിലാണുള്ളത്. മെയിൻ ഫംഗ്ഷൻ നമ്മുടെ വോയിഡ് മെയിൻ എന്ന് പറയുന്നത് ജാവയിൽ എങ്ങനെ എഴുതാറ്? പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റിന്റെ അകത്ത് സ്ട്രിംഗ് ആർഗ്സ് അല്ലേ? അല്ല, ആ സ്ട്രിങ്ങിന്റെ എസ് ക്യാപിറ്റൽ. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഇനി ജാവയുടെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ CPPക്കും ഇത് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് documentation section, package statement, first documentation section and package statement, then import statement, interface statement, class definition, main method class. Main method definition. ഓക്കെ, അപ്പം ഇത്രയും ഭാഗം ഓപ്ഷനിലാണ്. ഇത് സജസ്റ്റഡ്. ഇത്രയും ഭാഗം ഓപ്ഷനിലാണ്. ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ആണ്. ഒക്കെ ഓപ്ഷണൽ. ഇതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. സ്ട്രക്ചർ ഓഫ് ജാവ പ്രോഗ്രാം സ്ട്രക്ചർ. ഓക്കെ, എഴുതിയെടുക്കുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത്. ഡോക്യുമെന്റേഷൻ. ഇതേ കാര്യങ്ങൾ നമ്മൾ CPPയിലും പഠിച്ചിട്ടുണ്ട്. അതിൽ പാക്കേജ് ഇമ്പോർട്ട് ഇന്റർഫേസ് ഇല്ല, ബാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഇനി ഈ പാക്കേജ് ഇമ്പോർട്ട് ഇന്റർഫേസ് ഇതൊക്കെ എന്താന്നുള്ളത് നമ്മൾ വീണ്ടും 4th മോഡ്യൂളിൽ തന്നെ കാണും. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ എഴുതിയെടുത്തായിരുന്നോ? ഓക്കെ, ഇനി ജാവേന്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ജാവേന്റെ ഫീച്ചേഴ്സിൽ ഫസ്റ്റ് തന്നെ പറയാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറയാം. ഓക്കെ, ജാവ ഈസ് object oriented. Okay, ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇപ്പൊ തന്നെ കണ്ടു, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ തന്നെ ഒരു ക്ലാസ്സിലാണ്. നമ്മൾ ഈ ഔട്ട്ലൈൻ ഡിസ്പ്ലേ ചെയ്യുന്ന ഫംഗ്ഷനിൽ തന്നെ system.out.println ഔട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ ഊപ്പ് കൺസെപ്റ്റ് എല്ലാം ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ജാവയിൽ ചെയ്യുന്നത്. ഓക്കെ, then platform independent. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു.
ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ജാവ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്പെസിഫിക് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, അപ്പം നമ്മളത് JVM യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, JVM വെർച്വൽ മെഷീനാണ്. ഓക്കെ, അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ജാവ ഈസ് സിമ്പിൾ. ഓക്കെ, ഈസി ടു ലേൺ ആണ്. ഓക്കെ, അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ജാവ ഈസ് ഡിസൈൻ ടു ബി ഈസി ടു ലേൺ. ഓക്കെ, നമ്മുടെ ഊപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ ജാവ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, and it is secure. വൈറസ് ഫ്രീ, ടാമ്പർ ഫ്രീ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് യൂസിങ് ജാവ. ഓക്കെ, ഇതിൽ ഒതൻറ്റിക്കേഷൻ ടെക്നിക്കൊക്കെ പബ്ലിക് കീ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അതൊക്കെ നമുക്ക് ക്രിപ്റ്റോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എൻക്രിപ്റ്റ് ചെയ്യുക, ഡീക്രിപ്റ്റ് ചെയ്യുക എന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? ആണോ? കേട്ടിട്ടുണ്ടോ എൻക്രിപ്റ്റ് ചെയ്യുക, ഡീക്രിപ്റ്റ് ചെയ്യുക എന്ന്? അപ്പം നിങ്ങൾ എൻകോഡിങ് ഡീകോഡിങ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അത് കേട്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും എൻകോഡ് ചെയ്യുക, ഡീകോഡ് ചെയ്യുക നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. എൻകോഡർ, ഡീകോഡർ, മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ ഒക്കെ. ഓക്കെ, അപ്പം നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ അത് എൻക്രിപ്റ്റ് ചെയ്യുക, മീൻസ് അത് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതിന് ആ ഒരു ഡാറ്റ അതിനെ ആക്സസ് ചെയ്യേണ്ട റൈറ്റ് പേഴ്സണ് മാത്രം ആ ഒരു ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടാൻ കറക്റ്റ് ഒരു പ്രൊട്ടക്ഷൻ സെക്യൂറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സെക്യൂർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആർക്കിടെക്ചർ, നെക്സ്റ്റ് ഫീച്ചർ ആർക്കിടെക്ചർ ന്യൂട്രൽ. ഓക്കെ, ആർക്കിടെക്ചർ ന്യൂട്രൽ. ഓക്കെ, ജാവ പ്രോഗ്രാം നമ്മൾ എഴുതി അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ഒരു ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ആ ഒബ്ജക്റ്റ് ഫയലാണ് നമ്മൾ റൺ ചെയ്യുക. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു ജാവ പ്രോഗ്രാം എഴുതി. ഓക്കെ, നമ്മളൊരു ജാവ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സേവ് ചെയ്യും അല്ലേ? ആണോ? അല്ലേ, പ്രോഗ്രാം എഴുതി സേവ് ചെയ്യൂലേ നമ്മൾ? അങ്ങനെ സേവ് ചെയ്യുമ്പം ഡോട്ട് ജാവ എന്നുള്ളൊരു എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കും സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ സെഗ്മെന്റിൽ ഈ ഒരു ജാവയുടെ പ്രോഗ്രാം നെയിം എന്ന് പറയുന്നത് sample1 ആണ് വിചാരിച്ചോ. sample1 എന്നാണ് ഞാൻ ഈ പ്രോഗ്രാമിന്റെ പേര് കൊടുത്തത്. ഓക്കെ, അപ്പം ആ പ്രോഗ്രാം ഞാൻ സേവ് ചെയ്യുമ്പം എന്താവും? അത് sample1.java അങ്ങനെയാണ്, ആ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ആ ഒരു ഫയൽ നെയിം അങ്ങനെയാണ് സേവ് ആവുക. ഓക്കെ ഓക്കെ, ഈ ഒരു ഫയൽ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ലിനക്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവ-c ആ ഒരു ഫയലിൻ്റെ നെയിം sample1.java ഇങ്ങനെയാണ് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കോഡ്. ഓക്കെ, ഫോർ കമ്പൈൽ. അങ്ങനെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒബ്ജക്റ്റ് കോഡ് കിട്ടും. അതായത് ഈ സാമ്പിൾ സെയിം നമ്മൾ കൊടുത്തിട്ടുള്ള ആ സെയിം പ്രോഗ്രാം നെയിം ഡോട്ട് ക്ലാസ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഫയൽ നമുക്ക് കിട്ടും കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ പ്രോഗ്രാം sample1.java ആണ്. അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് sample1.class എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ കിട്ടും. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഹലോ, ഇതുവരെ ഓക്കെ ആണോ? ഇതിപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ പ്രോഗ്രാം നെയിം ഡോട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഫയൽ കിട്ടും. ഇതുവരെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ഹലോ,
നിങ്ങളാരും ഇവിടെ ഇല്ലേ? എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? ഓക്കെ ആണ്. പിന്നെ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ് ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുക? റൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ റൺ ചെയ്യുന്നത് ജസ്റ്റ് ജാവ ഒരു പേര്, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ, ഇങ്ങനെയാണ് ജാവ ചെയ്യാറ്. ജാവ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാം. നമ്മൾ CPP ആവുന്ന സമയത്തും ഇത് തന്നെയാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ സേവ് ചെയ്യുന്ന സമയത്ത് .java ഫയൽ ക്രിയേറ്റ് ആവും. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എററൊന്നും ഇല്ലെങ്കിൽ .class ഫയൽ ക്രിയേറ്റ് ആവും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. അതിനുള്ള കമാൻഡാണ് ഇത്. ഓക്കെ ഓക്കെ, സോ ആർക്കിടെക്ചർ ന്യൂട്രൽ. Then it is portable. Okay, portable. Already പറഞ്ഞു ആർക്കിടെക്ചർ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പം എന്താ പറയുക, ഒരു ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. ഓക്കെ, പോർട്ടബിൾ ആണ്. ഓക്കെ, ദെൻ റോബസ്റ്റ്. റോബസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് എറർ പ്രോൺ സിറ്റുവേഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, നേരത്തെ തന്നെ പറഞ്ഞു സെക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, എറർ പ്രോൺ സിറ്റുവേഷൻ, ഇപ്പോൾ കമ്പൈൽ ടൈം എറർ അതൊക്കെ ശരിക്കും ജാവയിൽ പറഞ്ഞാൽ ഇറ്റ് മേക്സ് ആൻ എഫേർട്ട് ടു എലിമിനേറ്റ് എറർ പ്രോൺ സിറ്റുവേഷൻസ്. ഓക്കെ, അതുകൊണ്ട് റോബസ്റ്റ് എന്ന് പറയും. ദെൻ മൾട്ടി ത്രെഡഡ്. മൾട്ടി ത്രെഡഡ് ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? ഹലോ, നമുക്ക് ഒരു സൈമൾട്ടാനിയസ് ആയിട്ട് തന്നെ ഒരൊറ്റ മീൻസ് സെയിം ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, മൾട്ടി ത്രെഡിങ്. Dynamic. Dynamic. Java is more dynamic than C or CPP. Okay. Then high performance ആണ്. Okay. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എന്തായാലും അറിഞ്ഞിരിക്കുക. ഡൈനാമിക് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. ഓക്കെ, ഇവോൾവിംഗ് എൻവയോൺമെന്റ് ആയി സീനും CPP-നെക്കാട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സീനും CPP-നെക്കാട്ടും മോർ ഡൈനാമിക് ആണ് ജാവ. ഓക്കെ, ഹൈ പെർഫോമൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യുന്നേക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ടാണ്, അത് സെൻട്രലൈസ്ഡ് അല്ല. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയായിരുന്നോ ഇത്രയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അപ്പോൾ മെയിനായിട്ട് ശരിക്ക് ജാവ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ഫുള്ള് ക്ലാസ് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ജാവയിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ തന്നെ ഒരു ക്ലാസ്സിൻ്റെ അകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ് ആണ്. മെയിൻ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? സാമ്പിൾ 1 എന്നുള്ളൊരു ക്ലാസ്സിൻ്റെ അകത്ത് പബ്ലിക് സെക്ഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CPP ആണെങ്കിൽ നമുക്ക് ആ ഒരു ഹലോ വേൾഡ് എന്നുള്ളത് അത് ആ ഒരു ഹലോ വേൾഡ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് മെയിൻ ഫംഗ്ഷനിൽ പറഞ്ഞാൽ മതി. ജാവ എന്ന് പറയുമ്പം ആ മെയിൻ ഫംഗ്ഷൻ പോലും നമ്മൾ എങ്ങനെയാണ് ഒരു ക്ലാസ്സിൻ്റെ അകത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, ബാക്കി അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.